ആരും ചെയ്യാത്ത കാര്യമാണോ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്നേച്ചാ? ആരും ആരുടെയും കൃഷി സ്ഥലത്ത് മരുന്ന് ഉപയോഗിക്കാറില്ലേ? ആരും ഈ മരുന്നൊന്നും വാങ്ങിയിരുന്നില്ലെങ്കിൽ മരുന്ന് കമ്പനിയൊക്കെ എന്നെ പൂട്ടിപ്പോയനെ. ഇവൻ എന്തായി പറയുന്ന ഭാസ്കർ? വിവരക്കേട് എങ്ങനെ സംസാരിക്കാമോ? അല്പമെങ്കിലും ബുദ്ധി ഉപയോഗിക്കുന്നേ. എല്ലാം അച്ഛനും അച്ഛന്റെ വളർത്തുമകനും മാത്രമേ അറിയാമെന്ന് വിചാരിക്കരുത്. ഞാനും കുറെ പഠിച്ചതാ. എന്തിനാടാ നിന്റെ പഠിപ്പ്? നീ നിന്റെ അമ്മയുടെ പാല് കുടിച്ചല്ലേ വളർന്നത്. നിനക്ക് മരുന്ന് തന്നൊന്നുമല്ല ഞങ്ങൾ വളർത്തിയത്. നിനക്ക് ചോറ് തന്ന് വളർത്താതെ വിഷം തന്ന് വളർത്തണമായിരുന്നു. ഏട്ടാ വെറുതെ ദേഷ്യപ്പെടണ്ട. ദേഷ്യപ്പെടുന്ന അല്ല ജയന്തി, വളരെ ദുഃഖമുണ്ട് എനിക്ക്. ആവശ്യമില്ലാതെ ഇവന് ആ ഭൂമി എഴുതി കൊടുത്തതില് എനിക്കിപ്പോ അപമാനം തോന്നുന്നു. അച്ഛൻ ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നമ്മുടെ വയൽ നശിപ്പിക്കൊന്നുമില്ല. ഒരുപാട് ധാന്യങ്ങൾ വിളവെടുത്ത് ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കും. ആ സ്ഥലം ഞാൻ എന്റെ സ്വന്തമാക്കും. പുഴുവാഴാത്ത വയലില് ധാന്യവും വിളയില്ലടാ, വിള നശിച്ചു പോകും. അപ്പൊ ഞങ്ങളല്ലേ തോറ്റുപോകുന്നേ? അച്ഛൻ എന്തിന് ഇതിൽ ഇടപെടണം? തോറ്റുപോകുന്നത് നിങ്ങളോ ഞങ്ങളോ അല്ല മോളെ. നമ്മുടെ ഈ നിലം തരിശായി പോകും. മണ്ണിന്റെ സ്ഥായിയായ ഭാവം നശിച്ചു പോകും. പോയാ പോട്ടെ, ഞങ്ങൾക്കൊരു നഷ്ടവും വരില്ല. ഭൂമി എന്നാൽ നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയാ മോളെ. ഏത് പെണ്ണായിരുന്നാലും വർഷത്തിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനാവൂ. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അച്ഛനല്ലേ മത്സരം വച്ചത്. അതിലെങ്ങനെ ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. അച്ഛന്റെ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയി വളർത്തുമാൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കാർത്തിക വാ. എടാ ഭാസ്കർ, നീ ഇത് തന്നെയാണോ പറയാൻ പോകുന്നത്? നിന്റെ അനുജനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതൊക്കെ മത്സരം വയ്ക്കുന്നതിന് മുമ്പ് അച്ഛൻ ആലോചിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇപ്പൊ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീട്ടിലെ മൂത്ത മോനാ നീ. നീയും ഇങ്ങനെ പറഞ്ഞാൽ? ഞാൻ അച്ഛന്റെ മൂത്ത മകൻ മാത്രമല്ല, അധികം വൈകാതെ കല്യാണം നടക്കേണ്ട ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൂടിയാണ്. അറിയോ ജയന്തി, എന്റെ വയലിനെ കൊല്ലാനൊരുങ്ങുമ്പോ എനിക്ക് സമാധാനം ഉണ്ടാവോ? ടെൻഷൻ അടിക്കണ്ട അച്ഛാ, വയലിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. അഭിയുണ്ടല്ലോ, അവൻ നോക്കിക്കോളും. എത്ര ഭാരം അവയുടെ തോളിൽ ചുമക്കാൻ കഴിയുമോളെ? എന്തിനൊക്കെ വേണ്ടി അവനെ കഷ്ടപ്പെടുത്തണം? അഭി കഷ്ടപ്പെടുന്നവനല്ല ഏട്ടാ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനാ. ആ വയലിനെ പറ്റി ഏട്ടന് യാതൊരു വിഷമവും വേണ്ട. വേണ്ടി വന്നാൽ അഭി അഖിലിനെ ശിക്ഷിച്ചോളും. ഏട്ടനായിട്ട് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അഭിറാമായിട്ട് അവൻ പറയും. ഇയാളെന്താ ഇലക്ഷന് മുമ്പേ പോളിംഗ് ബൂത്ത് കാണാനായിട്ട് പോകുന്നത്? അഖില് വയലിന്റെ കാര്യം സംസാരിച്ച് കാണുമോന്നറിയില്ലല്ലോ. എന്താ MLA സാർ, വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ടെൻഷനോ? എനിക്കോ? AC കാറിലിരുന്നിട്ട് പോലും വിയർക്കുന്നുണ്ടല്ലോ. അഭിരാമനെ ഓർത്തിട്ടായിരിക്കും.
വീണ്ടും ആ നാട്ടിൽ കാല് കുത്തിയാല് ജീവനോടെ തിരികെ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് MLA സാറിന് പേടി വന്നെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. അതിരിക്കട്ടെ, എന്തുകൊണ്ടാ പെട്ടെന്ന് സ്ഥലം കാണണമെന്ന് തോന്നിയത്? എന്തായാലും ഒരാഴ്ചയ്ക്കകം രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് സ്ഥലം കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കാണാമായിരുന്നല്ലോ. രജിസ്ട്രേഷന് ശേഷം സ്ഥലം കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഇത് കോടികൾ മുടക്കിയുള്ള ബിസിനസ്സാ. എന്റെ പാർട്ട്ണറിന്, എന്റെ ഇൻവെസ്റ്ററിന് അവരെയൊക്കെ ഞാൻ തൃപ്തിപ്പെടുത്തണ്ടേ? മുൻപേ തന്നെ സ്ഥലം കണ്ടാൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. വയലിനടുത്ത് അഖിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ആ സ്ഥലത്ത് എന്റെ ബന്ധുക്കളും താമസിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളോ? അതാരാ സാർ? എന്റെ മരുമകളുടെ വീട്ടുകാര്. അത്ര ചെറിയ ഗ്രാമത്തില് സാറിന് ബന്ധുക്കളോ? അവരുടെ മനസ്സ് വളരെ വലുതാണ്. അതാണ് അവരുടെ സ്വന്തം നാട്. അവർ താമസിക്കുന്നത് സിറ്റിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ സ്വന്തം നാട്ടിൽ വന്നു പോകും. അവരാരെയും നിങ്ങൾക്കറിയില്ല അല്ലേ? ആരായിരുന്നില്ല എന്താ സാർ? ആദ്യം സാറ് സ്ഥലം കാണാം, അതിനുശേഷം അതിന്റെ ഉടമകളെ കാണിച്ചു തരാം. അങ്ങനെയല്ല, സ്ഥലം കണ്ട ശേഷം മരുമകളുടെ വീട്ടുകാരെയും എനിക്ക് കാണണം. അതിനുശേഷം സ്ഥലത്തിന്റെ ഉടമസ്ഥരെയും കാണാം. ആദ്യം തന്നെ ഉടമസ്ഥരെ കാണുന്നതല്ലേ സാർ നല്ലത്? ഈ നാട്ടിൽ വന്നിട്ട് എന്റെ മരുമകളുടെ വീട്ടുകാരെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ സാർ. സാറിന്റെ ഇഷ്ടം പോലെ. ഡ്രൈവർ, ഇവിടെ വണ്ടി നിർത്ത്. രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് വയലിൽ ആരുമില്ല. എന്താ പറഞ്ഞത്? ഒന്നുമില്ല സാർ. പിന്നെ ഈ കാണുന്ന വയലുകളെല്ലാം നമ്മളാ വാങ്ങിക്കാൻ പോകുന്നേ. ഇവിടുന്ന് അതുവരെ, പിന്നെ അവിടുന്ന് ഇതുവരെ, മൊത്തത്തിൽ 7 ഏക്കർ. വയല് കാണാൻ ഭംഗിയുണ്ട്. ഏതോ കൃഷിക്കാരൻ കുറെ കാലമായി ശ്രദ്ധിച്ച് പരിപാലിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള വയൽ അവർ വിൽക്കാൻ തയ്യാറാകുമോ? അവര് കൃഷിക്കാര് തന്നെയാ. എങ്ങനെ വിൽക്കുമെന്നറിയില്ല. നിങ്ങൾ വയല് വേണമെന്ന് പറഞ്ഞു. ഞാനത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. മാത്രമല്ല, അവർക്ക് കൃഷിയിൽ വലിയ താല്പര്യവുമില്ല. എന്തോ ബിസിനസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. വളരെ നല്ല സ്ഥലമാണ്. അല്പം റേറ്റ് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങാം. സാറിന് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. മറ്റുള്ള വയലുകളും വിൽക്കുമല്ലോ അല്ലേ? സാർ ചോദിച്ചത് ശരിയാ. സാർ ഇവിടെ കെട്ടാൻ പോകുന്ന ഫാക്ടറി അല്ലേ? ഈ ചെറിയ വയൽ കൊണ്ട് സാറിന് എന്താവാനാ? ഈ കാണുന്ന വയലുകൾക്കെല്ലാം ഞാൻ വില പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ നടുവിൽ കാണുന്ന വയലാണ് നമ്മൾ ആദ്യം വാങ്ങാൻ പോകുന്നത്. സാറ് നിർമ്മിക്കാൻ പോകുന്നത് ഫാക്ടറി അല്ലേ? സാറിന്റെ ഫാക്ടറിക്ക് ഈ സ്ഥലം വളരെ നല്ലതാ. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 10 മടങ്ങ് തിരിച്ചു കിട്ടും. സാർ, എന്നാ പോയാലോ? അവിടെ പാർട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായി പറയുന്നത്? ഒരാഴ്ചയാകുമെന്നല്ലേ പറഞ്ഞത്? അതായത് സാറ് റേറ്റ് കൂടിയാലും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, എത്രയും വേഗം രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ എന്റെയും ജോലി കുറയുമല്ലോ. എന്റെ മകന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഫാക്ടറിയുടെ പണി ആരംഭിക്കാമല്ലോ. വരൂ വരൂ വരൂ. നേരിട്ട് പാർട്ടിയുടെ അടുത്തേക്ക് പോകാം സാർ. എന്റെ മരുമകളുടെ വീട്ടുകാരെ കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നത്? അല്ല, അത് പിന്നെ ഡെയിലി കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. ബിസിനസിനെ ഓർത്തിട്ടല്ല, അഭിയെ ഓർത്ത് ഭയന്നിരിക്കുകയാണെന്ന് പറയാം. വസു, ഡ്രസ്സൊക്കെ എടുത്തു വെക്ക, നമുക്ക് പോവാം. എങ്ങോട്ടാ ഏട്ടാ? സിറ്റിയിലേക്ക്. നമ്മുടെ വയല് വിട്ടിട്ട് ഇനി ഒന്നും വേണ്ട, നമുക്ക് പോവാം. എന്താ ഏട്ടാ ഈ പറയുന്നേ? അച്ഛൻ ഏട്ടനോടുള്ള വിശ്വാസത്തില് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ഏട്ടൻ അത് കളഞ്ഞിട്ട് പോവാണോ? അച്ഛനു വേണ്ടി ആ പാഠം നിലനിർത്തണമെന്ന് ഞാൻ കരുതിയത്. എന്നാൽ ആ പാഠം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണിപ്പോ. അത് കാണാൻ നിൽക്കാതെ നമ്മൾ പോകുന്നതാണ് നല്ലത്. ഏട്ടൻ ഇവിടെ ഉള്ളപ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. നമുക്ക് പങ്കുള്ള പാടത്ത് നമുക്ക് എന്ത് വേണോ ചെയ്യാം. എന്നാൽ അഖിലിന്റെ പേരിലുള്ള പാടത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
ധാരാളം ധാന്യങ്ങൾ വിളയിക്കാനായി അഖിൽ സിറ്റിയിൽ നിന്ന് കെമിക്കൽസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതടിച്ചു കഴിഞ്ഞാൽ വിളവെല്ലാം നശിച്ചു പോകും. ആ മണ്ണിന്റെ ഗുണം തന്നെ നഷ്ടമായി പോകും. പിന്നെ ഒരു പുല്ല് പോലും അവിടെ വളരില്ല. ഏട്ടൻ അഖിലിനോടൊന്ന് സംസാരിച്ചു നോക്ക്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കുന്ന അവസ്ഥയിലല്ല. ഭാസ്കരേട്ടനെ കൊണ്ട് പറയിപ്പിക്ക്. ഏട്ടനും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നും പറഞ്ഞു എല്ലാം കൈവിടുവാണോ? അച്ഛൻ ഏട്ടനോടുള്ള വിശ്വാസം തകർക്കുകയാണോ? എന്താ ഏട്ടാ ഇത്? ഏട്ടൻ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലിരിക്കുന്ന അമ്മയോട് ഏട്ടൻ എന്ത് മറുപടിയാ പറയാൻ പോകുന്നേ? നമ്മുടേതല്ലാത്ത സ്ഥലത്ത് നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. വെറുതെ നാണം കെടാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കുറച്ചു നേരത്തെ അഖിലും കാർത്തികയും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഏട്ടന് ഫീൽ ഏട്ടൻ ഇങ്ങനെ തോറ്റു പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഏട്ടൻ ഭാസ്കരേട്ടനെയും അഖിലിനെയും മാറ്റൂന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ ഒരാളങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് ആരും മാറാൻ പോകുന്നില്ല. ആ മാറ്റം അവരുടെ ഉള്ളിൽ തന്നെ വരണം. അത് ജീവിതം തന്നെ അവരെ പഠിപ്പിച്ചോളൂ. ചുറ്റുപാടുകൾക്കും അവസരങ്ങൾക്കും മാത്രമേ ആ ശക്തിയുള്ളൂ. നമുക്കതില്ല. ഇതിനു മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എത്ര പേർക്ക് മാറ്റമുണ്ടായി? അതിനുശേഷം ജീസസ് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. എത്ര പേരാ ഉപദേശം കേട്ടു? എത്ര പേർക്കാണ് മാറ്റം ഉണ്ടായത്? അവരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ വെറും ഒരു മനുഷ്യനായ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? വസുന്ധരെ, ബാഗ് പാക്കി, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. പാർട്ടി കാറിലാ ഉള്ളത്. ഞാനിവിടെ സൈഡിൽ മാറി നിന്ന് സംസാരിക്കുക. ഇത്ര പെട്ടെന്ന് വന്ന എങ്ങനെയാ സാർ? ഇതുവരെ ഞങ്ങൾ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഒരു മത്സരവും ഉണ്ട്. അഖിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പാർട്ടി വെയിറ്റ് ചെയ്യില്ല. ഇവരൊക്കെ വലിയ കോർപ്പറേറ്റ്സാ. ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി ബിസിനസ് ചെയ്യുന്നവരാ. എന്ത് തീരുമാനമാണെങ്കിലും വളരെ പെട്ടെന്ന് എടുക്കും. ഇപ്പോഴാ ഞാൻ നമ്മുടെ സ്ഥലം അദ്ദേഹത്തെ കാണിച്ചത്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നല്ല റേറ്റും തരാന്ന് പറഞ്ഞു. നമ്മൾ ഇനിയും ലേറ്റായാൽ അദ്ദേഹം വേറെ സ്ഥലം നോക്കി പോകും. അതെല്ലാം ഓക്കെ സാർ. പക്ഷേ ഏട്ടനും അച്ഛനും എന്ത് പറയുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. എഗ്രിമെന്റ് വെച്ച് അഡ്വാൻസ് വാങ്ങാം. അതിനുശേഷം നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. അപ്പൊ നിന്റെ അമ്മ, അച്ഛൻ, നീ, നിന്റെ വൈഫ്, നിന്റെ ചേട്ടൻ, ചേട്ടത്തിയമ്മ, അവസാനം ആ അഭിറാമും അയാളുടെ ഭാര്യയും കൂടി കയ്യൊപ്പിടണം. എന്തു പറയുന്നു? ഇത് നടക്കുന്ന കാര്യമാണോ സാർ? മോനെ, നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ എന്റെ മാനം പോവും. എന്റെ MLA പദവി പോയാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ മാനം പോയാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, നിന്നെയും നിന്റെ ചേട്ടനെയും ഞാൻ കോടതി കയറ്റും.
നോക്കകിൽ, നീ എന്ത് ചെയ്യുന്നത് എനിക്കറിയണ്ട. ഞങ്ങൾ 10 മിനിറ്റിനുള്ളിൽ നിന്റെ വീട്ടിലെത്തും. കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. എന്റെ വീട്ടിൽ എന്തിനാ സാർ? വേറെ എവിടെയെങ്കിലും? ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് കോർപ്പറേറ്റ് ബിസിനസ്മാനെയാ. എന്താണെങ്കിലും അദ്ദേഹം കണ്ടതിന് ശേഷമേ വാങ്ങൂ. കുറച്ചു മുമ്പ് നിങ്ങളുടെ സ്ഥലം കണ്ടു. ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഫാമിലിയെ കാണാൻ വരുന്നു. പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണിനെ പോലെ പേടിക്കാതെ, കള്ളവോട്ട് വാങ്ങിക്കുന്ന കാൻഡിഡേറ്റിനെ പോലെ ധൈര്യമായിട്ടിരിക്കേ. MLA സാർ, ഇനി എത്ര നേരമാവും? ദാ വരുന്നു സാർ. സമയം തീരെയില്ല. എല്ലാ കാര്യങ്ങളും അസംബ്ലി ചെയ്യ്. എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് അഡ്വാൻസ് വാങ്ങിക്കേ. മനസ്സിലായോ? ശരി സാർ. പോകാം. വരൂ സാർ. MLA സാർ പാർട്ടിയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വരാൻ പോവാണെന്ന്. അതും 10 മിനിറ്റിനുള്ളില്. സത്യമാണോ? നമുക്ക് അപ്രതീക്ഷിതമായി ഒരു ലോട്ടറി അടിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിനക്ക് ലോട്ടറി ഒന്നും അടിക്കാൻ പോകുന്നില്ലടി. നമ്മളെ കഷ്ടകാല സമയത്ത് ഭാഗ്യം നമ്മളെ തേടി വരൂടി. നിങ്ങൾ നിങ്ങളുടെ ഒരു ഡയലോഗും. ഒന്നാമത് ഞാൻ ടെൻഷനില്ല, അപ്പോഴും നിങ്ങളുടെ വിടുവായത്തം. ടെൻഷൻ എന്തിനാ ആകുന്നേ? അച്ഛൻ മത്സരം വച്ചിരിക്കല്ലേ, അത് തീരുന്ന ഇനിയും ദിവസങ്ങൾ എടുക്കും. ഭാസ്കരേട്ടനാണെങ്കിൽ 2 വെള്ളത്തിലെ കാല് വെക്കുന്നത്. അഭിയേട്ടനാണെങ്കിൽ എല്ലാത്തിനും തടസ്സം നിൽക്കുക. അമ്മയും എടുത്തും വലിയ ദേഷ്യത്തിലുമാണ്. ഈ സമയത്ത് വീട്ടിലേക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? വരാൻ പോകുന്ന പാർട്ടിയുടെ മുന്നിൽ നമ്മൾ നാണം കെട്ടുപോകും. ഇതുപോലുള്ള സമയത്താടാ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടത്. ശരീരത്തിലുള്ള അറിവ് മുഴുവൻ പുറത്തേക്ക് എടുക്കണം. നീ വലിയ അറിവുള്ളവനാണെന്ന് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു നടക്കാറുണ്ടല്ലോ. ആ അറിവ് മുഴുവൻ ഇപ്പൊ ഉപയോഗിക്കേ. മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഇതുപോലൊരു ചാൻസ് കിട്ടില്ല അഖിൽ. ഏത്? എന്നെ കൊല്ലുന്ന ചാൻസോ? നിങ്ങളെ അല്ല ആന്റി. എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ അഖിൽ. ഇന്ന് എന്നെ എഗ്രിമെന്റ് എഴുതി നമുക്ക് അഡ്വാൻസ് വാങ്ങാം. കിട്ടിയ ചാൻസ് യൂസ് ചെയ്യാം. ഇത് വലിയ പ്രശ്നമാവുന്ന തോന്നുന്നേ. എന്തൊക്കെ നടന്നാലും ഇന്ന് വയല് വിൽക്കണം. ഈ വീട്ടിലും നാട്ടിലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അച്ഛാ, അമ്മേ, ഞാനും വസുത്രി കുട്ടികളും ഇവിടുന്ന് പോവുകയാണ്. എങ്ങോട്ടേക്ക് അബി? സിറ്റിയിലേക്ക് അച്ഛാ. ഇപ്പൊ എന്തിനാ അബി? അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു ജോലി നോക്കണമേ. നീ എന്തിനാ ജോലി ചെയ്യുന്ന അബി? നെല്ല് വിറ്റതിന് ശേഷം ആ പണം നിനക്ക് തരാം. നീ എന്തെങ്കിലും ബിസിനസ് ചെയ്യ്. വേണ്ട അച്ഛാ, ആ വിളവും പാടവും എല്ലാം അഖിലിന് തന്നെ കൊടുത്തേക്ക്. എനിക്കൊന്നും വേണ്ട. എന്താ അബി, നിന്റെ അച്ഛൻ നിനക്കും അഖിലിനും ഇടയിൽ ഒരു മത്സരം വച്ചിട്ടില്ലേ? അത് കഴിയുന്നതിന് മുമ്പേ. വേണ്ടമ്മേ, ഞങ്ങൾക്കിടയിൽ ഓൾറെഡി ഉള്ള വഴക്ക് തന്നെ ധാരാളം. അഖിലിന് കൃഷി ചെയ്യാൻ അറിയില്ല. എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് കരുതി അവൻ ആ പാടം മുഴുവനും കെമിക്കൽസ് യൂസ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ ചെയ്താൽ ആ വിളവ് തന്നെ നശിച്ചു പോവും. ആ മണ്ണിന്റെ ഗുണമില്ലാതായി പോവും. അത് തന്നെയാണ് എന്റെയും വിഷമാഭി. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പാടം അഖിലിന് കൊടുക്കാൻ പറഞ്ഞത് അച്ഛാ. അപ്പോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അഖിലിന് ആ സ്ഥലം കൊടുത്താൽ അവൻ വിൽക്കൂ അബി. കൊടുത്തില്ലെങ്കിൽ ആ പാടം തന്നെ അവൻ ഇല്ലാതാക്കി കളയും. അമ്മയും അച്ഛനും എന്റെ കൂടെ വരൂ. നിങ്ങളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. എടാ കൊച്ചുമോനെ കാർത്തികേ, നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കാടാ. എന്താ ഇളമ്മേ പറയുന്നേ? സംഭവിക്കേണ്ട കാര്യം തനിയെ സംഭവിക്കുന്നത് പോലെ. വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. അബിയും വസും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണെന്ന്.
ആ സ്ഥലം നിങ്ങൾക്ക് തരാനായിട്ട് അഭി നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞോണ്ടിരിക്കുക. എന്താ പറഞ്ഞ സത്യമാണോ? ആ നീയാണ് സത്യടാ. ഇനി നിങ്ങൾക്ക് മത്സരം ഒന്നുമില്ല, വിജയവും തോൽവിയും ഇല്ല. ആ സ്ഥലം മുഴുവൻ നിങ്ങൾക്കുള്ളതാ. ഞാൻ പറഞ്ഞില്ല അഖിൽ, നമ്മുടെ നല്ല കാലം സ്റ്റാർട്ടായി. ഇനിയെല്ലാം നല്ലതേ നടക്കൂ. ഈ സന്ദർഭത്തിൽ അവർ വയൽ ഉപേക്ഷിച്ചു പോകുന്നത്, ആ സമയത്ത് വയൽ വാങ്ങാൻ വരുന്നത്, നമുക്ക് ലക്കി ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ദൈവം ഉണ്ടടാ, നമ്മളെ സഹായിച്ചോണ്ടേ ഇരിക്കുക. പൊങ്കാല മുടങ്ങിയെങ്കിലും ആ സ്ഥലം നമുക്ക് തന്നെ കിട്ടാൻ പോവാ. ആ സ്ഥലം എല്ലാം വിറ്റതിന് ശേഷം എന്റെ കമ്മീഷൻ നീ മറക്കരുത്.